സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ത്യയിലെ ഇലക്ഷന് ശേഷമുള്ള സാഹചര്യങ്ങൾ, പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ്, ബിസിനസ് പാഠങ്ങൾ ഒരുപാട് നമുക്ക് തരുന്നുണ്ട്. വളരെ രസകരമായ ഒത്തിരി ബിസിനസ് പാഠങ്ങൾ ഇതിന് ശേഷമുള്ള സാഹചര്യത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. നമുക്ക് അക്ഷരങ്ങളിലൂടെ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയിലിപ്പോൾ ഒരു ജനാധിപത്യ രീതിയിലുള്ള നല്ലൊരു ഇലക്ഷൻ നടന്നു. ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ വന്നു. ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു ടീം വർക്കിൻ്റെ സിറ്റുവേഷനാണ്. ബിസിനസ്സിലും എല്ലായിടത്തും പ്രാധാന്യപ്പെട്ട ഒരു കാര്യമാണ് ടീം വർക്കിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. അപ്പോൾ ഇലക്ഷനിലൂടെ ബിസിനസ്സുകാർ പഠിക്കേണ്ട ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് ആക്സെപ്റ്റൻസ് ആണ്. നമ്മൾ ഈ സാഹചര്യത്തിനെ ആക്സെപ്റ്റ് ചെയ്യാൻ വൈകും തോറും നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാവും. അപ്പം ആക്സെപ്റ്റ് ചെയ്ത്, ഈ ടീം വർക്കിനെ ആക്സെപ്റ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് നമ്മുടെ ഓർഗനൈസേഷനിൽ, പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ മാത്രമല്ല നമ്മുടെ ഓർഗനൈസേഷനിലും ടീം വർക്ക് എന്ന് പറയുന്ന കണ്ടീഷൻ എത്രയും പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഒന്നാമത്തെ പാഠം നമ്മളോട് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു ടീം വർക്ക് തുടങ്ങുന്ന സമയത്ത് അവിടെ രണ്ടാമത്തെ ഒരു അക്ഷരം ഉണ്ടാവും, ബി. പൊളിറ്റിക്സിൽ അത് ബാർഗൈനിങ് ആണ്. നമ്മുടെ ബിസിനസ്സിലും ബാർഗൈനിങ് വരാം. പൊസിഷന് വേണ്ടിയുള്ള അല്ലെങ്കിൽ സാലറിക്ക് വേണ്ടിയുള്ള ബാർഗൈനിങ്സ് ഒക്കെ ഉണ്ടാവാം ഒരു ടീമിന്റെ ഭാഗമായിട്ട് പോകുന്ന സമയത്ത്. അപ്പോൾ ആ ബാർഗൈനിങ്ങിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അത് നല്ല രീതിയിൽ അത് ഉണ്ടാവുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് വേണ്ടവർക്ക് വേണ്ട രീതിയിൽ ചർച്ച നടത്തി പരിഹരിച്ച്, ബാർഗൈനിങ് എന്ന് പറയുന്ന കണ്ടീഷൻ അഡ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ പൊളിറ്റിക്സിൽ മാത്രമല്ല നമ്മുടെ ബിസിനസ്സിലും വലിയ ബുദ്ധിമുട്ടാണ്. അതാണ് രണ്ടാമത്തെ പാഠം നമ്മളോട് പറയുന്ന കാര്യം, ബാർഗൈനിങ്. അപ്പോൾ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പൊളിറ്റിക്സിലൂടെ നമ്മൾ പഠിക്കേണ്ടത്, പൊളിറ്റിക്സിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകാൻ വേണ്ടി പൊളിറ്റീഷ്യൻസ് ഉപയോഗിക്കുന്ന കാര്യം കൊളാബറേഷനാണ്. കൊളാബറേഷനാണ്. ആ കൊളാബറേഷനിലൂടെയാണ് അവർ ഭരണം നിലനിർത്തുന്നത്. കൊളാബറേഷനിലൂടെയാണ് അവർ ഭൂരിപക്ഷം നിലനിർത്തി പോകുന്നത്. അപ്പം അതുകൊണ്ട് ബിസിനസ്സിലും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഒരു ക്രിയേറ്റീവ് കൊളാബറേഷൻ നടത്തിയിട്ടില്ലെങ്കിൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതാണ് അടുത്തൊരു പൊളിറ്റിക്കൽ ലെസൺ നമ്മൾ പഠിക്കേണ്ടത്. അത് നമുക്കറിയാം. നമ്മുടെ ടൊയോട്ട ആൻഡ് മാരുതി, ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ടൊയോട്ട, മാരുതി എന്ന് പറയുന്ന രണ്ട് കമ്പനികൾ, ജപ്പാനീസ് ബ്രാൻഡ് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഇപ്പം പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്, കാറുകളൊക്കെ ഉണ്ടാക്കുന്നത്, നമുക്കറിയാം. അപ്പോൾ കൊളാബറേഷൻ്റെ കാലഘട്ടമാണിത്. പ്രത്യേകിച്ച് കോവിഡ് കാലാന്തരത്തിൽ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ, ബിസിനസ് മുന്നോട്ട് പോകണമെങ്കിൽ, പൊളിറ്റിക്സ് മുന്നോട്ട് പോകണമെങ്കിൽ, എന്തും മുന്നോട്ട് പോകണമെങ്കിലും നമുക്ക് കൊളാബറേഷൻ വേണം എന്നുള്ളതാണ് അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതൊക്കെ നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് നടന്നു പോകണമെങ്കിൽ നല്ല ഡിസ്കഷൻ വേണം. ഡിസ്കഷൻസ് ഇല്ലെങ്കിൽ ഈ കൊളാബറേഷൻ കാര്യങ്ങളൊക്കെ പ്രശ്നത്തിലോട്ട് പോകും. ഓരോ ദിവസവും പ്രശ്നത്തിലേക്ക് പോകും. അതുകൊണ്ട് പ്രോപ്പർ ഡിസ്കസ് ചെയ്തിട്ട് എന്ത് വേണം, ഒരു കോമൺ ആക്ഷൻ പ്ലാൻ വേണം. അല്ലെങ്കിലും പ്രശ്നമാണ്. ആരുടെയെങ്കിലും ഒരാളുടെ അജണ്ട നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ കൊളാബറേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സംരംഭത്തിന്റെ അജണ്ടയ്ക്ക് വേണ്ടി കൊളാബറേഷൻ നടക്കൂല. അപ്പോൾ കൊളാബറേഷൻ എന്നതിന് മുന്നേ ഡിസ്കഷൻ നടത്തിയിട്ട് ഒരു കോമൺ മിനിമം പ്ലാനുകൾ, മുന്നോട്ടുള്ള പ്ലാനുകൾ കറക്റ്റ് പ്ലാൻ ചെയ്താൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, ബിസിനസ്സും പൊളിറ്റിക്സും ഒക്കെ. ഓക്കെ, അപ്പോൾ ഡിസ്കഷന് ശേഷം അടുത്ത് വരുന്നത് ഇമോഷൻസ് ആണ്. ഇമോഷൻ എന്ന് പറയുന്നത് പൊളിറ്റിക്സിൽ ചിലപ്പോൾ വർക്ക് ചെയ്യാറുണ്ട്, ചിലപ്പോൾ ഭൂരിപക്ഷം കിട്ടാൻ വേണ്ടി ഇമോഷൻസ് സഹായിക്കാറുണ്ട്. പക്ഷെ ഈ വർഷത്തെ ഇലക്ഷനിൽ ഇമോഷൻ വല്ലാതെ വർക്ക് ചെയ്തിട്ടില്ല. ഇമോഷൻ എന്ന് പറയുന്നത് ഒരു ഗ്യാരണ്ടീഡ് പെർഫോമൻസ് ഫാക്ടർ അല്ല. എപ്പോഴും അതുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. പൊളിറ്റിക്കൽ ഇമോഷൻ, റിലീജിയസ് ഇമോഷൻസ് ഒക്കെ ജനങ്ങൾക്ക് അതിലും വലിയ യാഥാർത്ഥ്യങ്ങൾ അവരെ വേട്ടയാടുന്ന സമയത്ത് നമുക്ക് ആ ബേസിക്സ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഫുഡ്, അതുപോലെ തൊഴിലില്ലായ്മ, ഇത്തരം കാര്യങ്ങളൊക്കെ, അതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ബേസിക് പ്രോബ്ലത്തിനെ അഡ്രസ്സ് ചെയ്യാത്ത നമ്മൾ വെറും ഇമോഷൻ കൊണ്ട് കാര്യം മുന്നോട്ട് പോയാൽ പൊളിറ്റിക്സിൽ വിജയിക്കില്ല എന്ന് മാത്രമല്ല, ബിസിനസ്സിലും വിജയിക്കില്ല. ഇമോഷൻസ് കുറച്ചൊക്കെ വർക്ക് ചെയ്യും, പക്ഷെ ഇമോഷൻസിനപ്പുറം ഫാക്റ്റ്, യാഥാർത്ഥ്യങ്ങൾ നേരിടാൻ നമ്മുടെ പ്രൊഡക്റ്റിന് സാധിക്കണം. റിസൾട്ട് ഉണ്ടാവാൻ നമ്മുടെ പ്രൊഡക്റ്റിന് സാധിക്കണം. നമ്മൾ ഓഫർ ചെയ്യുന്ന ക്വാളിറ്റി നമുക്ക് കൊടുക്കാൻ സാധിക്കണം. അപ്പോൾ യാഥാർത്ഥ്യങ്ങളാണ് പ്രധാനപ്പെട്ടത്. അല്ലെങ്കിൽ നഗ്ന യാഥാർത്ഥ്യങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ രാഷ്ട്രീയത്തിലും വളർച്ച ഉണ്ടാവില്ല, ബിസിനസ്സിലും വളർച്ച ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു യാഥാർത്ഥ്യം ഇതാണ്, ഇമോഷൻസിനെ കുറിച്ചാണ്. പിന്നീട് വരുന്നത്, നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ, എഫ് എന്ന് പറയുന്നത് ഫോർവേഡാണ്, മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പുറകിലെ കാര്യങ്ങൾ ചിന്തിക്കാതെ, രാഷ്ട്രീയത്തിൽ എപ്പോഴും അങ്ങനെയാണ്, മുന്നോട്ട് നോക്കിക്കൊണ്ട് പോവുക, മുന്നോട്ട് കാണുക. 5 വർഷം മുന്നോട്ടാണ് രാഷ്ട്രീയത്തിൽ മിനിമം ഉണ്ടാവുക. നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അത് നമ്മൾ പഠിക്കേണ്ട
ഒരു പൊളിറ്റിക്കൽ ലെസണാണ്. അടുത്തത് ജി ആണ്. ജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഗുഡായാൽ പോരാ, രാഷ്ട്രീയത്തിൽ ഗുഡായാൽ പോരാ, നമുക്ക് ഗ്രേറ്റ് പെർഫോമൻസ് ആണ് ഇങ്ങനൊരു ടീമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വേണ്ടത്. നമ്മുടെ കമ്പനിയെയും ഗുഡിൽ നിന്ന് ഗ്രേറ്റിലേക്ക് കൊണ്ടുപോകാൻ സമയമായിട്ടുണ്ട്. അപ്പം അങ്ങനെ പൊളിറ്റിക്സിൽ നിന്ന് പോലും എന്തെന്നും പാഠം പഠിച്ചുകൊണ്ട് ക്രിയേറ്റീവായിട്ട് കാര്യങ്ങളെ ചിന്തിച്ചുകൊണ്ട് നല്ല ബിസിനസ്മാൻമാരായി നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെ പറഞ്ഞ ഓരോ കാര്യങ്ങളും വളരെ പ്രസക്തമാണ്. പൊളിറ്റിക്സിൽ നിന്ന് പഠിക്കേണ്ടത് ഒന്ന് എ ആണ്, ആക്സെപ്റ്റൻസ് ആണ്. രണ്ടാമത് ബാർഗെയിനിങ്ങിനെ നമ്മൾ ഫേസ് ചെയ്യാൻ വേണ്ടി റെഡി ആവുക എന്നുള്ളതാണ്. മൂന്നാമത്തത് കൊളാബറേഷൻ ആണ്, അതിനുവേണ്ടി നമ്മൾ റെഡി ആവുക എന്നുള്ളതാണ്. അടുത്തത് ഡിസ്കഷൻസ് ആണ്. ഡിസ്കഷൻസ് ഇല്ലെങ്കിൽ ഇതെല്ലാം പ്രശ്നമായി മാറും. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇമോഷൻസ് എപ്പോഴും വർക്ക് ചെയ്യില്ല എന്നുള്ളതാണ്. അടുത്തൊരു കാര്യം എപ്പോഴും ഫോർവേഡ് ലുക്കിംഗ് ആവുക, മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അങ്ങനെ നല്ലൊരു ബിസിനസ് ലൈഫ് പൊളിറ്റിക്സിൽ നിന്ന് പോലും പാഠം പഠിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. താങ്ക് യു വെരി മച്ച്. നമുക്ക് ജനങ്ങളുടെ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന, ഇമോഷണൽ അല്ലാതെ യാഥാർത്ഥ്യത്തോടൊരു പ്രശ്നം പരിഹരിക്കുന്ന നല്ല എന്റർപ്രണേഴ്സ് ആയി മാറാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു.